ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡീമൺ സ്ലെയറിൻ്റെ മാങ്ക എക്സ്പ്ലനേഷൻ ആണ്. പക്ഷേ ഈ വീഡിയോ ഈ മാങ്കയുടെ തുടക്കം മുതലല്ല ഉള്ളത്, മറിച്ച് ഇതിൻ്റെ ആനിമ എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ആയത് അത് മുതൽ അങ്ങോട്ടുള്ള സ്റ്റോറിയാണ്. ആനിമയിലാണെങ്കിൽ മൂസാൻ ഉപയാഷിക്കയെ കൊല്ലുന്നതും ആശിറാസൻ ടാഞ്ചറെ ഉൾപ്പെടെയുള്ളവർ മൂസാൻ അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ അവൻ ഇവരെയെല്ലാം ആ ഇൻഫിനിറ്റി കാസിലിൽ ട്രാപ്പ് ചെയ്യുന്നത് വരെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ വീഡിയോ. വീക്കിലി 3 വീഡിയോ വെച്ച് ഇടാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയ്ക്ക് കട്ട സപ്പോർട്ട് തരണം. അപ്പോൾ നേരെ വീഡിയോ. അങ്ങനെ ഇൻഫിനിറ്റി കാസലിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ടാഞ്ചറോ ഫാളാവുകയാണ്. പ്രതീക്ഷിക്കാതിരുന്ന ടൈമിലുള്ള അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ അവൻ ഒരിടത്തും പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ പെട്ടെന്ന് ഗിയും ടാഞ്ചറോയെ പിടിച്ച് അവൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്ലോറിലോട്ട് എടുത്തിടും. അതിനെ ടാഞ്ചറോ ഗിയുവിന് ടാങ്ക്സ് പറയാൻ തുടങ്ങിയതും അവൻ്റെ പുറകിൽ നിന്ന് പെട്ടെന്നൊരു ഡീമോ വരെയാണ്. എന്നാൽ സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് തന്നെ ടാഞ്ചറോ അതിൻ്റെ തല വെട്ടും. എന്നാൽ ഒന്നല്ല, അവിടെ തന്നെ 10-20 ഡീമൺസ് ഉണ്ട്. അത് കണ്ടതും ഗിയും പെട്ടെന്ന് താഴോട്ട് ചാടി രണ്ടുപേരും കൂടെ വാട്ടർ ബ്രീത്തിങ് യൂസ് ചെയ്ത് ആ ഡീമൺസിനെ എല്ലാം കൊല്ലും. ഈ ടൈമിൽ തന്നെ ആ കാസലിൻ്റെ മറ്റൊരിടത്ത് ഹാഷറ ഒബനായി മിറ്റ്സൂരിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവരുടെ അടുത്തുണ്ടായിരുന്ന ഡീമൺസിനെ എല്ലാം കൊല്ലുകയാണ്. മറ്റൊരിടത്ത് സ്റ്റോൺ ഹാഷറയും ടോക്കിറ്റോയും മൂസാനെ കൊല വിളിക്കുമെന്ന് ശബ്ദം ചെയ്യും. അതേപോലെ തന്നെ അവന്റെ ഹാഷറയും. ഈ ടൈമിൽ നമ്മൾ ഇനോസ്കെ പറയും, ഞാനിവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ട്രെയിനിങ് യൂസ് ചെയ്യാൻ പറ്റിയ ടൈമാണിത്. ഈ ടൈമിൽ സെനിറ്റ്സു പറയും, അതെ അവൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാൻ ഒരിക്കലും അവൻ്റെ അടുത്ത് ഫോർഗീവ് ചെയ്യൂല, അൺഫോർഗീവബിൾ എന്ന് പറഞ്ഞ് ഒരു സൗണ്ട് ആയിട്ട് ഒരു ഭാഗത്തോട്ട് ഓടും. ഇപ്പോൾ ഷിനോബു ആ കാസലിന്റെ അകത്തൂടെ നടക്കുന്ന ടൈമിൽ ഒരു കഥ കുറന്ന് നോക്കിയപ്പോൾ അവളെ കണ്ടത് കുറെ പെൺകുട്ടികളെ ഒരു ഡീമൻ കടിച്ചു കൊന്നിട്ടിരിക്കുന്നതാണ്. സംഭവം അത് ഡീമൻ നമ്പർ 3 ആണ്. അവൻ ഷിനോബുവിനെ കണ്ടതും പറയും, ഓ ഇത് പെണ്ണല്ലേ, ഇവിടെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആക്ച്വലി ആ ഡീമനെ കണ്ടപ്പോൾ തന്നെ ഷിനോബുവും ഒന്ന് നെറ്റാണ്. സംഭവം ഈ ഡീമനാണ് അവളെ സിസ്റ്ററിനെ കൊന്നത്. ഇപ്പോൾ ആ ഡീമന്റെ അടുത്ത് കിടന്നുകൊണ്ട് ഒരു പെണ്ണ് ഹെൽപ്പിന് വേണ്ടി കിടന്ന് കരയാണ്. അവളെ കണ്ടപാടെ ഷിനോബു ആ പെണ്ണിനെ ആ ഡീമന്റെ അടുത്ത് നിന്ന് എടുത്ത് മാറ്റും. എന്നാൽ ഷിനോബുവിന്റെ കയ്യിൽ വെച്ച് തന്നെ ആ പെണ്ണിന്റെ തല ആ ഡീമൻ കട്ട് ചെയ്യും. അവന്റെ കയ്യിൽ ഷാർപ്പായിട്ടുള്ള 2 വീശറിയും ഉണ്ട്. അതാണ് ആ ഡീമന്റെ മെയിൻ വെപ്പൺ. ഇപ്പോൾ ഷിനോബു പറയും, എടാ നീയാണ് എന്റെ സിസ്റ്ററിനെ കൊന്നതല്ലടാ, നിനക്കനായിട്ടിരിക്കുന്ന ഈ ഹൗരി ഓർമ്മ ഉണ്ടോ? അത് കേട്ടതും ആ ഡീമൻ പറയും, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അവളെ തിന്നാൻ വേണ്ടി കൊന്നതാണ്, പക്ഷെ അവളെ തിന്നുന്നതിന് മുന്നേ തന്നെ സൂര്യ ഉദിച്ച് കഷ്ടമായിപ്പോയി. അത് കേട്ടതും ഷിനോബു ഇൻസെക്ട് ബ്രീത്ത് യൂസ് ചെയ്ത് ആ ഡീമന്റെ കണ്ണിൽ കുത്തും. പക്ഷെ അപ്പോൾ തന്നെ ആ ഡീമൻ അവന്റെ ബ്ലഡ് ഡീമൻ ടെക്നിക്ക് യൂസ് ചെയ്യും. അത് യൂസ് ചെയ്ത് അവൻ എന്തിനെ വേണമെങ്കിലും ഫ്രീസ് ആക്കാൻ പറ്റും. പക്ഷേ ഷിനോബു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും വെടിച്ചു മാറും. ഇപ്പോൾ ആ ഡീമൻ പറയും, നിനക്ക് കണ്ണി കുത്തി ഒരു ഡീമനെ കൊല്ലാൻ പറ്റൂല, നീ നെക്കിലാണ് എയിം ചെയ്യാനുള്ളത്. എന്നാൽ അവൻ അത് പറഞ്ഞു തീർന്നതും അവന്റെ മുഖമെല്ലാം നീല കളറായി ആ ഡീമൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. സംഭവം ഷിനോബു അവളുടെ പോയിസൺ ടെക്നിക്ക് യൂസ് ചെയ്തതാണ്. പക്ഷെ അവൾക്ക് തന്നെ അറിയാം അപ്പർ 3 റാങ്കിങ്ങിലുള്ള ഒരു ഡീമനെ കൊല്ലാൻ അത് പോരാ എന്ന്. അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ആ ഡീമൻ പെട്ടെന്ന് റിക്കവർ ആവും. എന്നിട്ട് പറയും, ഈ വിഷം പോരാ, നിന്റെ കയ്യിൽ കൂടി വല്ല സാധനം ഉണ്ടോ? ഇപ്പോൾ ഈ ഡീമന്റെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. സംഭവം ഇവൻ ജനിച്ച ടൈമിൽ തന്നെ ഇവന്റെ കണ്ണ് റെയിൻബോ കളറും ഹെയർ ബ്ലോണ്ടും ആയിരുന്നു. അത് കണ്ടപ്പോൾ അവന്റെ പേരൻസ് വിചാരിച്ചത് ഈ കുട്ടി സ്പെഷ്യൽ ആണെന്നും അവന് ദൈവത്തിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റുമെന്നുമാണ്. അങ്ങനെ അത് കേട്ട് ധാരാളം ഗ്രാമവാസീസ് അവനെ ആരാധിക്കാനും അവരുടെ സങ്കടങ്ങളെല്ലാം ആ കൊച്ചുകുട്ടിയുടെ അടുത്ത് പറയാനും തുടങ്ങി. എന്നാൽ അവൻ വരുന്ന ആളുകളെല്ലാം വെറും മണ്ടന്മാരാണെന്നും ദൈവനും ബുദ്ധനും ഒന്നും ഇല്ലെന്നുമാണ് അവന്റെ മനസ്സിൽ. ഇത്രയും ടൈം കൊണ്ട് ഷിനോബു 5 തരം പോയിസൺ ആ ഡീമന്റെ നേരെ യൂസ് ചെയ്തു. പക്ഷേ ഒന്നും തന്നെ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഓരോ തവണയും ആ ഡീമന് ആ പോയിസണെതിരെയുള്ള റെസിസ്റ്റൻസ് കൂടി വരികയാണ് ചെയ്തത്. ഇപ്പോൾ ആ ഡീമൻ ഒരു കൗണ്ടർ അറ്റാക്കിൽ ഷിനോബുടെ ലെങ്സ് നോക്കി ഒരു വെട്ടും. എന്നിട്ട് പറയും, നീ വളരെ ചെറുതല്ലേ, നിന്റെ ഈ ചെറിയ ബോഡി വെച്ച് നീ എന്നെ എങ്ങനെ ഡിഫീറ്റ് ചെയ്യാനാണ്? അത് കേട്ടതും അവളുടെ കോൺഫിഡൻസ് എല്ലാം ചോരും. ആ ഡീമൻ പറയുന്നത് ശരിയാണെന്ന് അവൾക്ക് തോന്നും. എന്നാൽ പെട്ടെന്ന് ഷിനോബു അവളുടെ മരിച്ചുപോയ സിസ്റ്ററിനെ കാണുകയാണ്. അവളുടെ സിസ്റ്റർ പറയും, ഈ ഡീമൻ പറയുന്ന പോലെ നിന്റെ ശരീരത്തിന്റെ സൈസിലൊന്നും ഒരു കാര്യമില്ല, നിനക്ക് ഈ ഡീമനെ കൊല്ലണമെങ്കിൽ എണീറ്റ് നീ ആരാണെന്ന് അവന് കാണിച്ചോടൂ. അത് കേട്ടതും ഷിനോബു അവളുടെ ഇഞ്ചുറി പോലും നോക്കാതെ ഇതിന്റെ അടുത്ത് നിന്ന് എണീക്കുകയാണ്. അത് കണ്ടതും ആ ഡീമൻ ഒന്ന് അതിശയിച്ചിട്ട് പറയും, നിന്റെ റിപ് കേജും ലെങ്സും എല്ലാം പപ്പടം പോലെ പൊടിഞ്ഞു കാണും, എന്നിട്ട് ഇതെങ്ങനെ? അവനത് പറഞ്ഞു തീർന്നതും അവളുടെ സഡൻ അറ്റാക്ക് ആ ഡീമന്റെ കഴുത്തിന് നേരെ അവൾ യൂസ് ചെയ്യാണ്. അതും ഫുൾ ഫോഴ്സിൽ.